നെയ്പത്തിരി നമ്മൾ പല വിധത്തിൽ തയ്യാറാക്കാറുണ്ട് അല്ലേ. അരി അരച്ചിട്ടാണ് കൂടുതലായിട്ട് നെയ്പത്തിരിയുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി വരുന്നത്. എന്നാൽ പൊടി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ചില നെയ്പത്തിരി ഒന്നും പൊങ്ങാതെ നിൽക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പൊടി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജാർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, ഈ ഒരു പരുവത്തിലൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളത്തിലൊന്ന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല പുറമെ നല്ല മൊരിഞ്ഞിട്ട് വീർത്തിട്ടുള്ള നെയ്പത്തിരി നമുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1.5 കപ്പ് നമ്മൾ നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ. പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി നൈസായിട്ടുള്ളത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തീ കുറച്ച് വെക്കുക. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വാങ്ങിക്കുന്ന പാക്കറ്റ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അതാവുമ്പോൾ കുറച്ചും കൂടെ ഒരു തരി ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ അരി കുതിർത്തിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കില്ലേ, അങ്ങനത്തെ പൊടിയാവുമ്പോൾ തരി ഇത്രത്തോളം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ പകുതി എടുക്കാം. പത്തിരിപ്പൊടി പകുതി, അതുപോലെ പുട്ടുപൊടി പകുതിയും അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അതുപോലെ വെള്ളത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും വെള്ളം നമ്മൾ ഓരോ പൊടിക്കനുസരിച്ചിട്ട് മാറ്റം വരും. നമ്മൾ വാങ്ങിക്കുന്ന പൊടിയിലേക്ക് കുറച്ചും കൂടെ ചിലപ്പം കൂടുതൽ വെള്ളം വേണ്ടി വരും. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിൽ വെള്ളം എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ തേങ്ങയും ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെയ്യ് നമുക്ക് വെള്ളത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് അടച്ചു വെക്കുകയാണ്. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു പാനിലിട്ടിട്ട് തന്നെ കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു പാത്രത്തിന് ചൂടില്ലെങ്കിൽ ഇതിൽ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ പച്ചവെള്ളം കൂട്ടിയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു മാവാണ്. കുറച്ചൊരു പാകത്തിലുള്ള വെള്ളമുള്ളൂ കേട്ടോ. ഇതിങ്ങനെ നമ്മൾ പിടിച്ചു നോക്കിയാൽ ഒരു ഉരുളയായി കിട്ടുന്ന ആ ഒരു പാകത്തിലുള്ള വെള്ളമുള്ളൂ. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചവെള്ളം ചേർത്തിട്ടാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. കയ്യിൽ കുറേശ്ശെ ഇതുപോലെ പച്ചവെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുവരെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ ഉരുളയാക്കി എടുക്കാം. ഉരുളയാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഡ്രൈ ആയിട്ട് ഉള്ള മാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഴച്ചെടുക്കുന്നത്. കയ്യിൽ കുറച്ചൊന്ന് വെള്ളം നാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ഉരുളയാക്കി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ച് ഇങ്ങനെ ഒരു ഉരുളയുടെ നല്ലൊരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം പ്രസ്സിലാണ് വെച്ച് ഇതൊന്ന് പരത്തി കൊടുക്കുന്നത്. അപ്പോൾ പ്രസ്സിൽ അതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ 2 സൈഡിലും. എന്നിട്ട് നമ്മൾ ഈ ഉരുള വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ചിലപ്പം കുറച്ച് കനത്തിലും കുറച്ച് കനം കുറഞ്ഞിട്ടും അങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഭാഗവും ഒരേ കനത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. സൈഡൊക്കെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. പിന്നെ ഇത് ഒരുപാട് കട്ടിയിലൊന്നും അല്ല കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. കുറച്ചൊരു തിന്നായിട്ട് തന്നെയാണ്. ഒരു 1/4 ഇഞ്ചിൻ്റെയും അത്രയും ഇല്ല കട്ടി. അത്രയും കനത്തിലായാലും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് കോരി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നിച്ചങ്ങ് വേറിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നെയ്പത്തിരി റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.